ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കുന്നത് കേരളശ്ശേരിയിലുള്ള അയ്യരമലയിലേക്കാണ്. ഒരു കിടിലൻ ട്രക്കിംഗ് ആണ് DK പറയുന്നത്. ഇതും ആസ് യൂഷ്വൽ നമ്മുടെ ട്രാവൽ കോർഡിനേറ്റർ DK ആണ് ഈ സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിന്ന് ഒരുപാട് ദൂരത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി, കാറിൽ നിന്ന് വണ്ടിയൊക്കെ കാറൊക്കെ ഒതുക്കി ഒരു ചെറിയ റബ്ബർ സ്റ്റേൻ്റെ സൈഡിലുള്ള ഇടവഴിയിലൂടെ നടന്നു വന്നിരിക്കണം. അതെ, ഈ ഒരു ഇടവഴി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ്. തുടക്കം തന്നെ ചെറിയൊരു ഗുഹ, അവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മഴ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് എത്രത്തോളം അരുവി വെള്ളച്ചാട്ടമൊക്കെ സെറ്റായെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇടവഴി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു കുഞ്ഞൊരു ഗുഹയിലോട്ടാണ്, ഒരു പാറമടയിലോട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ പ്രവേശന കവാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ ഇത് വന്ന ഇടവഴിയും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ നല്ലൊരു അടിപൊളി കാട്ടിലോട്ട് കയറുകയാണ്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു കാട് വൈബാണ്. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ ചെറിയൊരു മല, ഒരു ചെറിയൊരു ഗുഹ, എടാ ഒരു മല, അതിനുള്ളൊരു ചെറിയ ഗുഹ. ഇടിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൂടാ അതുണ്ടാവും ചിലപ്പോൾ. ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലോട്ട് പോയാൽ കുറച്ച് റിസ്ക്കാണ്. കുറച്ചിങ്ങോട്ട് പോകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ശക്തി പ്രാപിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ഒരു നീർച്ചാൽ മാത്രമാണ് ഇപ്പോൾ അത്. കയറി പോകുന്നത് തന്നെ നല്ല വൈബാണ്. ഓക്കെ, വൻ മരങ്ങളൊക്കെ തുടങ്ങി ഒരു കാടിൻ്റെ ഒരു വശ്യ ഭംഗി നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. വെള്ളച്ചാട്ടം വൈബ് പ്രതീക്ഷ എത്ര ദിവസമില്ല. അത് മഴക്കാലത്ത് പറഞ്ഞോ, മഴ പിടിച്ചിട്ടില്ല. മഴക്കാലം പെരുമഴക്കാലം. ഇയാൾ നമ്മുടെ വീഡിയോനെ അതില്ല അല്ലേ? അന്ന് വന്നപ്പോഴും ചെറിയ വെള്ളം ഉണ്ടായിരുന്നേ. സത്യം, നല്ല മഴയായിട്ട് എന്താ വെള്ളമില്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇനി 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് വഴുക്കുണ്ടോ? 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ ചിലപ്പോ ഇതുണ്ട്. ഇതൊക്കെ മഴക്കാലം വേണമല്ലേ, കുറച്ചുകൂടി സ്ട്രോങ് ആവും, ഒരു വെള്ളച്ചാട്ടം വൈബ് കിട്ടും. അപ്പോൾ ഡീക്കതാ നമ്മുടെ അപ്പുറത്തേക്ക് വേണം, വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വേണം. അങ്ങോട്ട് പോവാൻ ഡീക്ക് മാത്രം ധൈര്യമാണ്. ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് എനിക്ക് 2 കാര്യമാണ് പറയുള്ളത്. ഒന്നാമത് ഇത് ഇമ്മാരി തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത് നല്ല വഴുക്കലാണ്. ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ ഒരിക്കലും കാണിക്കുന്നത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത്. നല്ല വഴുക്കുള്ള സ്ഥലത്താണ് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ഒരു ക്ലാസ് ചെയ്യാൻ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങളൊന്നും. ഒന്ന്, ഇമ്മാരി അനാവശ്യമായിട്ടുള്ള റിസ്കുകൾ എടുക്കരുത്. 2 നമുക്ക് വേസ്റ്റ്, ചപ്പ്, ചവറ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കാണാൻ പോകുന്ന ഒരു ഭംഗി ആസ്വദിച്ചിട്ട് പ്ലാസ്റ്റിക് ഇവിടെ സ്ഥലത്തിട്ട് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഇനി എത്ര ആൾക്കാർ കാണാൻ വരാനുള്ളതാണ്? ഇങ്ങനെയുള്ള ഓരോരുത്തന്മാർ വന്നിട്ട് കുറേ പേര് ഇങ്ങനെ ചപ്പിടും, കുറേ പേര് അങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കും. എന്നിട്ടാണ് പല സ്ഥലങ്ങളും അടച്ചു പൂട്ടുന്നത്. സോ ഈ 2 കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഇത് അമ്പലത്തിലേക്കാണ് വഴിയാടാ. അതിന് വണ്ടി ഉണ്ടാക്കിയാണ്. അതാ സംഗതി പറഞ്ഞു. ഒടിയൻ ഷൂട്ട് ചെയ്ത് ഇവിടെയാണെന്ന് പറഞ്ഞല്ലേ? ഒടിയൻ അതിലെന്താ മറ്റേ അവസാനം അവൻ ഒടിയൻ ഉപേക്ഷിച്ച് പോകുന്നില്ലേ? അപ്പൊ ഒരു പാട്ടൊക്കെ അല്ലേ? ആ ഒരു പാട്ട് ഈ ഭാഗങ്ങളിൽ തിരിച്ചെന്ന് പറഞ്ഞു. ഓടിയാ നീ പറഞ്ഞിട്ടൊക്കെ പാട്. കണ്ണീരെ കാരിരുമുള്ള മരം പൊട്ടി 2 മണിക്കൂർ കിലോമീറ്റർ കവർ ചെയ്യും. അന്ന് ഞങ്ങൾ എന്തുണ്ടായിരുന്നു, ഓടി കയറി ഓടി ഇറങ്ങി. തീരുമാനമായി. നോക്കി പക്ക കാട്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇമ്മാരി ഒരു കാടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. പച്ചപ്പ്. കേരളശ്ശേരിയിലൊരു കാട്. നമ്മള്
കാട് കാണാൻ നമ്മൾ വയനാട് അവിടേക്കും ഇവിടേക്കൊക്കെയാണ് പോകണം. ആ സമയത്ത് നമ്മുടെ നാട്ടില് മണമില്ല, വെറും ഒറ്റപ്പാലം താലൂക്കിനൊരു കാട്. നമ്മുടെ നാട്ടില് 10-15 കിലോമീറ്റർ ഒരു കാടുണ്ടെന്ന് പറഞ്ഞു. അതാരും കണ്ടിട്ട് വേറെ പ്രശ്നമുണ്ട്. ഇത് ഈ കാട് അതുപോലത്തെ സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാൻ തയ്യാറായവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിനും അതിൻ്റെ ഒരു 10 ഇരട്ടി റിസൾട്ട് കിട്ടും അവസാനം. എൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. ട്രിപ്പ് എല്ലാവർക്കും പോവാം, ഡെസ്റ്റിനേഷൻ നല്ല നല്ല ഡെസ്റ്റിനേഷനിലേക്ക് വലിയ വലിയ നീണ്ട യാത്രകൾ പോവാം. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് കിട്ടാനുണ്ട്. നമ്മുടെ അഡ്വഞ്ചേഴ്സ് യാത്രയുടെ അടുത്ത ഘട്ടം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ തയ്യാറെടുപ്പും സജ്ജമാക്കിക്കൊണ്ട് യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ ട്രക്കിങ് മഴയിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ കാടിൻ്റെ ഉള്ളിൽ വേറെ വൈബായിട്ടുണ്ട്. ഓക്കെ സത്യം ഇരുന്നിരിക്കുകയാണ് ഗൈസ്. അനീസിൻ്റെ അശ്വത്തിൻ്റെ എൻ്റെ ഒക്കെ റെയിൻകോട്ട് ഉണ്ട്, മറ്റേ ചപ്ലാഞ്ചി റെയിൻകോട്ടല്ലേ. പക്ഷെ ഡീക്കിനൊക്കെ റെയിൻകോട്ട് പോലെ സ്റ്റൈലിഷ് സാധനം. അതാണ് ഡീക്കിയുടെ പ്രത്യേകത. എന്തൊക്കെ നമ്മൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നത്. അതെ ഗൈസ്, നമ്മൾ നാനോ കൂടെ വെച്ചിട്ട് കണ്ട സ്റ്റൈലിഷ് കോട്ടും നാനോ കൂടെ ആയിട്ടാണ് ഡീക്ക്. ഗൈസ് നമ്മളതാ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പാട്ട് പാടിക്ക കാടേറാൻ വാ കാടേറാൻ വാ. എന്താ സ്ഥലങ്ങൾ കാട്, ഇവിടെ നോക്കിയാലും കാട്, കാടോട് കാട് കണ്ടക്കണം. പക്ഷെ വഴി നോക്കി ഒരു അടിപൊളി കയറിപ്പോകാൻ പറ്റും. നല്ല ഐസ് വഴി. എന്താ ചെയ്യാലേ. ഷാനീസ് ഒന്നിങ്ങോട്ട് നോക്കൂ. ഷാനീസ് അപ്പി ചവിട്ടി തോന്നുന്നു ഗൈസ്. ഇവന്മാരെ 1/2 കിലോമീറ്റർ നടന്നാൽ 15 മിനിറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. ഗൈസ് അമ്പലത്തി ഇരിക്കാൻ ടൈമില്ല. ഈസി മാൻ. നമ്മുടെ കാടിൻ്റെ അതിർത്തിയിലെത്തിണ്ട്. വാ കാട് കയറാം ഗൈസ്. ഇതായിരിക്കണ കറുപ്പ് ഷർട്ടിട്ടാണ് കുറച്ച് മുന്നേ ട്രക്കിങ്ങിനെ പറ്റി 1 പഞ്ച് ഡയലോഗുകളൊക്കെ അടിച്ചതിന് ശേഷം ഇത് അവിടെ ഇരുന്നിട്ട് പത തുപ്പാണ്. വാ 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 come on guys, let's go. നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ല. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും പ്രായാധികത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചാടി നടക്കും. ഇത് നോക്കി ഇവിടെ ഒരു മരത്തിൽ. ഇത് പക്ഷെ നമ്മള് യക്ഷിയാണെങ്കിൽ നമ്മൾ തൂക്കും. അനീസ യക്ഷിനെ ഏത് കാട്ട് പോയാലും ഇതൊരു ശാപം ആയിക്കോട്ടും. അല്ല പക്ഷെ അന്നത്തെ ശാപം അന്നത്തെ ശാപം വർക്കിംഗ് അല്ലായിരുന്നു. അന്നത്തെ ശാപം ഞാൻ വീട്ടിൽ പോയിട്ട് കൺഫേം ചെയ്തു. ശാപം ഏറ്റിട്ടില്ല. പകർന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ആകെ ഉള്ളൊരു ചർച്ച പറഞ്ഞ ആണ് തുറക്കുമ്പോൾ വരുന്ന യക്ഷീനെ ആരെടുക്കുന്നത് മാത്രമാണ്. എല്ലാവർക്കും യക്ഷീനെ വേണം. പക്ഷെ മനസ്സ് എടുക്ക്. ആ യക്ഷീനെ പുറത്തേക്ക് ഇറക്കി. കമോൺ യക്ഷീനെ പുറത്തേക്ക് ഇറക്കടാ. ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതൽ ശക്തി കൂടുതലാണ്. അതെ. അപ്പൊ തൽക്കാലം നമ്മൾ യക്ഷീനെ ഇവിടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാറ ഉണ്ടോ? പാറ ഇവിടെ നമ്മൾ ഇനി വന്ന അത്രയും ദൂരം ഉണ്ടോ? കാടിന്റെ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു മല കയറി അവിടെ ചെറിയൊരു അമ്പലം, പിന്നെ ഒരു നേരെ നമ്മൾ മലയുടെ മുകളിലോട്ടാണ് പോകുന്നത്. അമ്പലത്തിനൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. കാടിലെ ട്രക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മലയുടെ മുകളിൽ ആ വഴിയിലൂടെ നമ്മൾ കയറി പോകണം. ഇതിന് കുറച്ച് ദൂരങ്ങളുണ്ട്. കുഞ്ഞു വഴികളാണ്. നമ്മൾ കാട് കയറിയപ്പോലെ കഷ്ടപ്പെടാനൊന്നുമില്ല. ആ വഴി കയറി പോയാൽ നമ്മൾ മലയുടെ മുകളിലേക്ക് എത്തുക. അത് നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഒരു 50% ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രേ മലയുടെ മുകളിൽ എത്താറായി. നമ്മൾ പോകണം അങ്ങോട്ട്. അവിടെ ഭയങ്കര കോഡിങ് കാര്യങ്ങളൊക്കെ 80%. വൺ സൈഡ് നമ്മൾ 80% കവർ ചെയ്യും. ഒരു സൈഡ് മൊത്തം കോട. പക്ഷേ ഇവിടേക്ക് നോക്കുന്നതാണ് ഏറെക്കുറെ ഒരു വെയിലിൻ്റെ ഫീൽ വരുന്നുണ്ട്. വെയിലിൻ്റെ ഫീലല്ല, കോട ഒട്ടുമില്ല.
പക്ഷെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ മലയുടെ മുകളിൽ എത്തുമ്പോൾ നമുക്ക് നല്ല കിട്ടിലും ക്ലൈമറ്റ് ആയിരിക്കും കിട്ടുക. ചെറിയൊരു മഴ പ്ലസ് നല്ല വെയിൽ. ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രവചിച്ചാണ് 5 മണിക്ക് അനീസ് പ്രവചിച്ചത് സൂര്യൻ തെളിയുന്നത്. 5 മണിക്ക് സൂര്യൻ തെളിയുന്നത് ഞാൻ പ്രവചിച്ച പോലെ തന്നെ എൻ്റെ പ്രവചന സിംഗമേ. പ്രവചന ശില്പമായിട്ട് അവരോധിക്കുകയാണ്. 5 മണിന്ന് പറഞ്ഞു, 5 മണിക്ക് വെയിൽ. നമ്മളിവിടെ വരുമ്പോൾ നിർത്താതെ കടുത്ത മഴ, പെരും മഴയത്ത് നമ്മളിവിടെ വന്നു. 4:59 വരെ അവിടെ കൂടെ അടുത്ത ടീം കയറി വരുന്നുണ്ടോ? കഷ്ടം. വേറെ ടീമൊക്കെ വരുന്നുണ്ട്. യെസ് ക്വിക്ക് റൈറ്റ് ചേസ്. സൂര്യൻ ഉദിച്ചു വരികയാണ്. ഉദിച്ചു വരികയല്ലോ, സൂര്യൻ ശക്തി പ്രാപിച്ചു വരികയാണ്. അനീസ് പ്രവചിച്ചത് 5 മണിക്ക് ശേഷം സൂര്യൻ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. സൂര്യൻ കൃത്യത പാലിച്ചു. അനീസും സൂര്യനും തമ്മിൽ എന്തോ ടൈപ്പുണ്ട്. സംതിങ് ഫിഷി. അപ്പോൾ നമ്മളിതാ അങ്ങനെ കാട് കഴിഞ്ഞു. ചെറിയ മലയും വെള്ളച്ചാട്ടവും കഴിഞ്ഞു. അല്ലെങ്കിൽ കാട് കഴിഞ്ഞു, പിന്നെ ചെറിയൊരു കുഞ്ഞിക്കാട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെയാണ് മലയുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് കയറുമ്പോൾ അതിന് മലയുടെ ഒരു വർഷ ഭംഗി ഭയങ്കര ഡേഞ്ചറസ് ആണ്. കണ്ടോ ഇവിടെ കണ്ടോ നല്ല വഴുക്കലുണ്ടാവും. മഴക്കാലത്ത് പ്രശ്നമില്ല. ശരിക്കും പറയുന്നത് മഴക്കാലത്ത് പ്രശ്നം ഇതുപോലെ മാറ്റി കട്ട് ചെയ്ത് അതിനകത്ത് നടന്നു വന്നു. താഴെ നോക്കി വന്നു. കട്ട് ചെയ്തിട്ട് താഴെ നോക്കി വന്നു. അല്ലെങ്കിൽ താഴോട്ട് പോകും, തേഞ്ഞു പോകും, എനിക്ക് മൊത്തം പോകും. അപ്പോൾ നമ്മളിതാ കാട് കഴിഞ്ഞിട്ട് നേരെ മലയുടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. ഈ ഒരു വ്യൂ അവിടെയൊക്കെ മഞ്ഞ് കാണുന്നുണ്ട്. അതിൻ്റെ പുറകിലൊരു മല ഉണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല. ഇത് വെസ്റ്റേൺ ഗാർഡ്സ് ആണോ നെല്ലിയാമ്പതി ഹിൽസ് ആണോ വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഈ ഫോണിൽ വന്നതിനൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ നല്ല ടോപ്പിലാണ് ഇപ്പോൾ. ഇതാണ് നമ്മൾ ട്രക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ റിസൾട്ട്. നല്ല നല്ല വ്യൂസ്. കുറേ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്താ ആ കാട്ട്, അതെ റിസൾട്ടാണ്. ട്രക്കിങ്ങിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണം. അതെ നോക്കി ആ ഒരു വ്യൂ നോക്കി നിങ്ങൾ, എന്താണ് വ്യൂ നോക്കി. അവിടെ കണ്ടു ഒരു പൊട്ട് പോലെ സ്ഥലം കാണുന്നുണ്ട്. അത് എനിക്കൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്തായിരിക്കും. ഇപ്പോൾ ഭാഗ്യമാരാണ് കേട്ടോ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നവർ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി ആ ഒരു വെള്ള മലയുടെയൊക്കെ പുറകിലേ മറ്റേ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലകളുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കോടമഞ്ഞ് കാരണം മനസ്സിലാവുന്നില്ല. എൻ്റെ മോനതെപ്പോഴും ഒരു കിട്ടിലെ സ്പോട്ട് കാണിച്ചിട്ട് കേട്ടോ. ഫോട്ടോ സ്പോട്ടൊക്കെയാണ്. അനീസൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കി, എന്താ ബാക്ക്ഗ്രൗണ്ട് നോക്കി. പക്ഷെ എന്താ അല്ലേ അനീസ് കണ്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭംഗിയാണോ അതോ അനീസിൻ്റെ ഭംഗിയായിരുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭംഗി തോന്നുകയാണെന്ന് എനിക്കൊരു സംശയമില്ലായില്ലേ. കണ്ട നോക്കി. പക്ഷെ എൻ്റെ മോനെ Sir, we are on the way to Ayyarmala top point. It's almost 200 from. Yes. We reach. അയ്യാർമലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ മല കൂടെ ഉണ്ട്. അതും കൂടെ കവർ കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ആയി. നമ്മൾ പല ക്ലൈമറ്റിലൂടെ കടന്നു വന്നിട്ടാണ് ഈ ഒരു ക്ലൈമറ്റ് എത്തിയത്. പെരുമഴ കിട്ടി, കോട മഞ്ഞ് കിട്ടി, ഇതിപ്പോൾ നല്ല വെയിൽ കിട്ടി, എല്ലാ ക്ലൈമറ്റും നമുക്ക് കിട്ടി. ആ താഴത്തുള്ള ഗ്രൗണ്ട് ഉള്ളൂ. അവിടെ നമ്മൾ ഒരു ദിവസം വന്ന് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും. ആ കാണുന്നത് ഇവിടെ നമ്മൾ ഒരു ദിവസം വന്ന് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും ഉറപ്പാണ്. നമ്മൾ ഈ ഒരു സ്പോട്ട് നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ശരിക്കും പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പിലായത് ശരിക്കും ഒരു പാലം പോലെ. നമുക്ക് അപ്പുറത്ത് കണ്ടോ വലിയൊരു കുഴി കാണുന്നുണ്ടോ. അതേപോലെ തന്നെ നടുവിലുണ്ട് ഈ മല. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങളിടയ്ക്ക് ഒരു പാലം പോലെയാണ് എന്നാലും സ്ഥലം പ്രത്യേക നിലനിൽക്കുന്നത്. ഇപ്പോൾ DK ഒക്കെ പോയിക്കുന്ന സ്ഥലം നോക്കി, എൻ്റെ മോനെ എന്താണ് ആ ഫ്രെയിം നോക്കി, ഒരു രക്ഷയില്ല. മാരക സാധനം. അതെ മേഘത്തിൻ്റെ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ നോക്കി, നമ്മൾ മേഘത്തിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. കണ്ടോ ആ കാണുന്ന മേഘം അതിൻ്റെ ഒരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഇവിടെ കണ്ട ഇതിൻ്റെ അപ്പുറം നോക്കി എന്താ സാധനം നോക്കി ഹെവി. ഈ ഒരു മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഇത്. ഭയങ്കര പച്ചപ്പ്, വെള്ളം. പാലക്കാട് റൂട്ട് ഏകദേശം ഇത് പറളി ഭാഗങ്ങളെത്തി. ഇത് മണ്ണാർക്കാട്. കാണു guys, കാണു. ൊക്കെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ അപ്പുറത്തേക്ക് അഗാധമായ കൊക്കയാണ്. അപ്പം ഡീക്ക് നിൽക്കണ കുഴിയുണ്ടാവും. അതിനപ്പുറം സൺസെറ്റ് ആണ് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും സൺസെറ്റ്. ഇറങ്ങലടാ, ഇവിടുത്തെ പിള്ളേരെ പോകണം. അവരൊക്കെ പോകുന്നൊക്കെ ഉണ്ടോ? എവരിബഡി ഈസ് ഗോയിങ്. കാട്ടുപന്നി എങ്ങനെ ഇറങ്ങിയാലോ? നമ്മൾ പോയില്ല. കൊമ്പ് പിടിച്ച് മണി നമുക്ക് മഴയുടെ ഷർട്ടൊക്കെ കീറി പോണേ. മറ്റേ സിനിമല്ലേ RRR മറ്റേ കടുവനെ പിടിക്കുന്ന പോലെ ആ സൈഡ് ദാനൊക്കെ വിരിഞ്ഞിങ്ങനെ കാന്താറല്ലേ ശരിക്കും ഇത്? എടാ ഈ വീഡിയോ ടൈം ലാപ്സ് ആക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നൈസ് ആയിക്കോളും. ടൈം ലാപ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് എങ്ങനെ കഴിയൂടാ? അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. തിരിച്ചു പോവുകയാണ്. ഏകദേശം 6 മണി കഴിഞ്ഞല്ലേ? 6 മണി കഴിഞ്ഞു. അതെ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊടും കാടിലൂടെ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. കഴിഞ്ഞ് നമ്മൾ വീഴുമല പോയപ്പോൾ ഒരുപാട് ഇരുട്ടിയിട്ട് നമ്മൾ മല ഇറങ്ങിയത്. അപ്പോൾ മല ഇറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി വഴിയേറ്റേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കുറച്ച് നേരത്തെ നമ്മുടെ ടീമിൽ സീനിയറായ DKയുടെ ഈ വശത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മല ഇറങ്ങുകയാണ്. മല കുറച്ച് നേരത്തെ ഇറങ്ങാൻ തീരുമാനിച്ചു. എന്തിൻ്റെ ഉദ്ദേശം? ഈ കാണുന്ന നമ്മൾ അതെന്താണ് വിലങ്ങുമലയുടെ മുകളിൽ കണ്ടല്ലോ ഈ സാധനം. ഇത് അടയാളങ്ങളവിടെ. ഇതിൽ എങ്ങനത്തെ 100 കാലുണ്ട് കണ്ടോ. 37 ബാർ 100ആണിത്. ഈ സാധനങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചേക്കണമെന്നൊരു ഐഡിയ ഇല്ല. അതെന്താ പാറപ്പുറത്ത് ഇരുന്നൂടെ? അതെ, പിന്നെ പാറപ്പുറത്ത് ഇത് നോക്കി ഇവിടെ കണ്ടോ 100 സാധനം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം 37 100ൽ 37ാമത്തെ ശരിക്കും ശരിക്കും എന്തിനുള്ളതല്ലേ? അതെ, ചിലപ്പോൾ ഗവൺമെന്റിന്റെ മറ്റേ മാലമോളില് ഇരിപ്പിടം ഉണ്ടാക്കാൻ വക സിമെന്റ് 1000 ചാക്ക് സർവേ സംഘടിപ്പിച്ചു 15 ലക്ഷം. അതെ, നമ്മള് ഈ മലയിലേക്കുള്ള നീക്കിയിരിപ്പ് 20 ലക്ഷം. നമ്മള് ഗവൺമെന്റിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ വീഡിയോ അവസാനം വിവാദത്തിലാവോ? ലാസ്റ്റ് റിമൂവ് ചെയ്യും ഇവര്. ഗവൺമെന്റിന്റെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും കുറിച്ച് നമ്മളെ ട്രാവലിംഗ് വ്ളോഗ്സ് അവസാനം ഗവൺമെന്റ് തട്ടിപ്പും വെട്ടിപ്പിലോട്ടൊക്കെ മാറുന്നുണ്ടോ ഗൈസ്? നോക്കി അതൊരു നദിയായിരുന്നെങ്കിൽ നൈസായനല്ല പാടങ്ങള്.
അല്ല അതല്ല നദിയല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നദി പോകണമല്ലായിരുന്നു. അത് ഇളം പച്ച കളറല്ലേ, അതൊരു നദിയായിരുന്നു. ഒരു ആമസോൺ വ്യൂ കിട്ടിയത്. ഇതാണ്, ഇത് 35 ഇങ്ങനത്തെ 100 ഉണ്ട്. ഡീക്ക് നൈസായിട്ട് ഇത് മിസ്സായി ഗൈസ്. അനീസ് ഇപ്പോൾ വഴിക്ക് വേണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ നല്ലൊരു വൈറൽ ക്ലിപ്പ് മിസ്സായിപ്പോയി. ജസ്റ്റ് മിസ്സായിപ്പോയി ഗൈസ്. തവളയുടെ കടർ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു സൗണ്ട്. തവള നമ്മളോട് വിട്ടപ്പോൾ റയുകയാണോ. ഓ ഫാന്റാസ്റ്റിക്. ആ മരം നോക്കില്ലായിരുന്നു. അങ്ങോട്ട് പോയി കിടന്നോ, നടന്നൂടെ? ഞാൻ നടന്നു. ഉഴക്കിടേ ചവിട്ടി മലത്തി മരൊക്കെ. മഴ 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 മാനത്തങ്ങനെ പൂമഴ തേർമഴ കുട 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 കുട